യേശുവിൻ്റെ നാമം മഹത്വമെടുക്കണം. വന്ന് ടെലഗ്രാം തരുന്ന ഒരു പോസ്റ്റ്മാൻ ഒന്നുമല്ല, പകരം സ്തോത്രം ആ ഡിപ്പാർട്ട്മെൻറ്റ് അവനെ അയച്ചിരിക്കുകയാണ്. എന്നതുപോലെ യേശുവിൻ്റെ നാമം മഹത്വമെടുക്കണം, ജനം അനുഗ്രഹിക്കപ്പെടണം. എന്തിനാ പ്രസംഗിക്കുന്നേ? എന്തിനാ യൂട്യൂബിൽ നിൽക്കുന്നത്? സ്തോത്രം അതെ, തന്നെത്താൻ വലിയവനെന്ന് ചെത്താനല്ല. ഇന്ന് 80% സ്തോത്രം പൊല്യൂഷനാണ്, ചന്തയിലല്ല സഭയിൽ. എന്തോ മനോഭാവത്തിലാണ് നിങ്ങൾ പ്രസംഗിക്കുന്നേ, എന്തോ മനോഭാവത്തിലാണ് സഭ നടത്തുന്നേ, എന്തോ മനോഭാവത്തിലാണ് നിങ്ങളുടെ മനോഭാവങ്ങൾ ദൈവം നോക്കുന്നു. നിങ്ങളുടെ മുഖം നോക്കുമ്പോൾ വളരെ നന്നായിരിക്കും, പക്ഷേ മനുഷ്യൻ മുഖത്തെ കാണുന്നു, ദൈവം ഹൃദയങ്ങളെ കാണുന്നു. യെസ്, പ്രാർത്ഥിക്കുന്ന, പ്രസംഗിക്കുന്ന, സ്തുതിക്കുന്ന അധരത്തിൻ്റെ ശബ്ദം നോക്കിയല്ല ദൈവം വിടുതലയക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നെങ്കിൽ ദൈവം കേൾക്കയില്ലായിരുന്നു. നമുക്ക് കച്ചടത്തപ്പ എന്ന് പറഞ്ഞ് സ്തോത്രം ജനത്തെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും, പക്ഷെ മനോഭാവം, യേശുവിൻ്റെ മനോഭാവം നമുക്കുണ്ടാകട്ടെ. യേശു ചെത്താനല്ല സ്തോത്രം രോഗികളെ സൗഖ്യമാക്കിയത്, യേശു ഫണ്ട് കൂട്ടാനല്ല, മറ്റൊരു കാര്യമല്ല. പകരം ദൈവകൃപയുള്ള സഹോദരങ്ങളെ, ഒന്ന് ദൈവത്തിൻ്റെ നാമം നിങ്ങളുടെ മഹത്വമെടുക്കണം. രണ്ട്, നിങ്ങളുടെ മുൻപിലും നിങ്ങളുടെ ചുറ്റുമായിരിക്കുന്ന ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം.